ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ്. കഴിഞ്ഞ ദിവസം ഡാവിഞ്ചി റിസോൾവ് എങ്ങനെ നമുക്ക് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി നോക്കാം. ഫ്രീ ആയിട്ട് എങ്ങനെ ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം ഡാവിഞ്ചി റിസോൾവിൽ. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാവിഞ്ചി റിസോൾവിന്റെ ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനകത്താണ് നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വേണം നമ്മുടെ പ്രോജക്റ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ആഡ് പ്രോജക്റ്റ് ലൈബ്രറി അത് കൊടുക്കണം. ഒരു പ്രോജക്റ്റ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ TR എന്ന് കൊടുക്കുക. TRL എന്നിട്ട് ലൊക്കേഷൻ ചോദിക്കും. ആ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോസിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് കിടക്കുന്ന സ്പേസ്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ന്യൂ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവും. അല്ല എങ്കിൽ ഇത് അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് എന്ന് കിടക്കില്ലേ, അതിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 വിൻഡോസ് ആണ് വരുന്നത്. ആ 7 വിൻഡോസ് ആണ് ഈ താഴെ കിടക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിൻഡോ മീഡിയ, രണ്ടാമത്തെ വിൻഡോ കട്ട്, മൂന്നാമത്തെ വിൻഡോ എഡിറ്റ്, നാലാമത്തെ വിൻഡോ ഇത് ഫ്യൂഷൻ, പിന്നെ അടുത്തത് കളറ്, പിന്നെ അടുത്ത ഫയർലൈറ്റ് എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് ഓഡിയോ ഒക്കെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വർക്ക്. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡിറ്റാണ്. ഈ എഡിറ്റിലിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയും സീക്വൻസ് ചെയ്യുന്നത്. എല്ലാ എഡിറ്റുകളും നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ മീഡിയ പൂളും ഉണ്ട്. ഇതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ടൂൾസുകളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണത് മീഡിയ ഇമ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം. അതിന് ഈ നോ ക്ലിപ്സ് ഇൻ മീഡിയ പൂൾ എന്ന് കിടക്കുന്നുണ്ടോ, ആ മീഡിയ പൂൾ അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇമ്പോർട്ട് മീഡിയ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മീഡിയ എവിടെയാണോ കിടക്കുന്നത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ആ ഫോൾഡറിൽ ഓപ്പൺ ചെയ്ത്, ഇപ്പം എനിക്ക് ആവശ്യമുള്ള 2 മീഡിയ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 എടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് ഈ ചേഞ്ച് പ്രോജക്റ്റ് ഫ്രെയിം റേറ്റ് എന്നാണ്. ഇതിനകത്ത് നമുക്ക് ഡോൺ ചേഞ്ച് കൊടുക്കാം. എന്നിട്ട് ഇതാണ്, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്ലേ കൊടുത്താൽ മതി. സ്പേസ് കൊടുത്താൽ പ്ലേ, വീണ്ടും സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി ഈ പ്ലേയുടെ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അതിനകത്തൊരു ചെറിയൊരു ട്രാൻസിഷൻ എഫക്റ്റും കൊടുത്ത് ചെറിയൊരു ഓഡിയോയും നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സെലക്ഷൻ ടൂള്, ബ്ലേഡ് ടൂള്, പിന്നെ അടുത്ത ഡൈനാമിക് ട്രിം, പിന്നെ അടുത്ത ട്രിം എഡിറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ടൂളുകൾ നമുക്ക് അതിൻ്റെ കൂടെ പരിചയപ്പെട്ടും പോവാം. ഓക്കെ, അതിൻ്റെ അടുത്തായിട്ട് ഇനി വേണ്ടിയിട്ട് ഒരു ഓഡിയോയും കൂടെ വേണമല്ലോ. ആ ഓഡിയോ കൂടെ നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ മീഡിയ നോക്കി ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ, ഈ പ്ലേ ടൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ആവും. അതിപ്പം വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും. അതേപോലെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്, പ്ലേ റിവേഴ്സ് എന്ന് പറയും. അത് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ആയിട്ട് ഇത് പ്ലേ ആവും.
ഇതിൻ്റെ ഉപയോഗം വലുതായിട്ട് വരുന്നില്ല, പക്ഷേ വരുന്ന അവസരങ്ങളുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാം. ഓഡിയോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, നമുക്ക് വീഡിയോയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ കൂടെ അതിൻ്റെ കൂടെ ഓഡിയോ തന്നെ വന്നുണ്ടോ, ആ ഓഡിയോ നമുക്ക് റിമൂവ് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ആ ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലിങ്ക് ക്ലിപ്സ് അത് ടിക്കായിട്ട് അടയ്ക്കുക. ആ ടിക്ക് അങ്ങ് മാറ്റണം. അപ്പോഴത്തേക്കും ഇത് ഇപ്പോൾ അൺലിങ്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും ഡിലീറ്റ് ആവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ എൻ്റെ ഇത്ര ആവശ്യമില്ല, നമുക്ക് കണ്ടോ, അത്ര ആവശ്യമില്ല. ഇവിടം വരെ മതി. അപ്പോഴ് നമുക്കിതാ ഈ എൻഡിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഒരു ചിഹ്നം വരും. അവിടെ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ടിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇത്രയും കട്ടായി പോയിട്ടുണ്ട്. ഇനി ഒന്ന് കണ്ടു നോക്കി. ഇനി അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യാം. ഇനി ഈ മേളിൽ കിടക്കുന്ന ക്ലിപ്പ് എടുത്ത്, ഇത് മേളത്തെ ചാനലാണ് കേട്ടോ, വീഡിയോയുടെ രണ്ടാമത്തെ ചാനൽ. ഒന്നാമത്തെ ചാനലിലോട്ട് നമുക്കിടാം. എന്നിട്ട് പ്ലേ കൊടുക്കും. ഇനി ഇത്രയും പോർഷൻ നമുക്ക് വേണ്ട. അതിന് ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തു. അടുത്ത ബീറ്റ് വരുന്നിടത്ത് ഞാൻ കട്ട് ചെയ്യാൻ പോവുക. അപ്പോഴത്തേക്കും ബീറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു സിനിമാറ്റിക് ഫീൽ വരും. അതിനു വേണ്ടിയിട്ടാണ്. ഇത് ഒരു പരസ്പര ബന്ധമില്ലാത്ത വീഡിയോ ആണ്, എന്നാലും ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ. അപ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആയിട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് എനിക്ക് ഈ രണ്ടാമത് ഇറങ്ങുന്ന ക്ലിപ്പ് ആദ്യം വന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആദ്യം എടുത്തിടാം. അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ രണ്ടാമത്തെ ചാനലിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഇതിങ്ങോട്ട് നീക്കി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കാം. അതിനതായി ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഫെയ്ഡ് എഫക്റ്റ് അത് പെട്ടെന്ന് ചാടി കയറി ഒരു സ്മൂത്ത്നെസ് ഇല്ല. അതിനുവേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ട്രാൻസിഷനാണ്. ഈ ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ട്രാൻസിഷൻ കൊടുക്കാൻ പോവുക. ക്രോസ് ഡിസോൾവ് ഒന്ന് കൊടുത്ത് നോക്കാം. അത്ര സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ക്രോസ് ഡിസോൾവ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബ്ലെൻഡായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇനി അടുത്ത അവിടെ നമുക്കൊരു ഡിറ്റ് കളർ കൊടുക്കാം. അപ്പോൾ അത്ര ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളൊരു പാട്ട് ആഡ് ചെയ്തു. അതിനകത്ത് കറക്റ്റ് ആ ഒരു പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് കട്ട് ചെയ്തു. ഇനി അതിനകത്ത് ട്രാൻസിഷൻ ആഡ് ചെയ്തു, ഒരു ഫെയ്ഡ് എഫക്റ്റ് കൊടുത്ത്. ഇനി നമുക്കിത് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്താണ്. ഇങ്ങോട്ടുള്ള ഇത്രയും പോർഷൻ
ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ഓഡിയോ ഇത്രയും പോർഷൻ നമുക്ക് വേണമല്ലോ, അവിടെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത്രയും കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ബ്ലേഡ് ടൂൾ എടുക്കാം. ബ്ലേഡ് ടൂൾ എടുത്ത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കട്ടാവും. അതെ, കട്ടായിട്ടുണ്ടോ? ഇനി ഈ സെലക്ഷൻ ടൂൾ എടുക്കാം. എന്നിട്ട് ഇതങ്ങ് ബാക്ക് സ്പേസ് അടിച്ചാൽ അത് റിമൂവ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ആ ഓഡിയോ നിന്ന് നടക്കില്ലേ, അപ്പോൾ ആ ഓഡിയോക്കും ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കാം. ആ വീഡിയോയും അതേപോലെ തന്നെ ആക്കിയാലേ വീഡിയോയ്ക്ക് നമുക്കൊരു ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കാം. ഒരു മങ്ങിയ പോയ എഫക്റ്റായി, ഒരു മങ്ങിയ രീതിയിലൊക്കെ അതങ്ങ് തീർന്നു. അപ്പോൾ ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെലിവർ ടു കൊടുക്കാം. അതിൽ നമ്മുടെ ഫയലിൻ്റെ നെയിം കൊടുക്കണം. ഫയലിൻ്റെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെയിം കൊടുക്കാം. TRL ഔട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് ഫൈനൽ ലൊക്കേഷൻ എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ കൊടുക്കാം. ഇപ്പം വീഡിയോസിൽ കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ടൈമാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് AV ഫോർമാറ്റ് വേണോ, അല്ലെങ്കിൽ JPG, പിന്നെ GIF ഫോർമാറ്റ് ഉണ്ട്, പിന്നെ MKV, MP4. ഈ ഫോർമാറ്റിനകത്ത് MP4 ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ക്വാളിറ്റി അനുസരിച്ചാണ് കേട്ടോ, ഓരോ ഫോർമാറ്റ് മാറും തോറും ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് MP4 ചെയ്യാം. എന്നിട്ട് കോഡ് H264 തന്നെ കൊടുത്താൽ മതി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ഏതാണോ, ഇപ്പോൾ 4K ഉണ്ട്, പിന്നെ ഫുൾ HD ഉണ്ട്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കണം. ഇപ്പോൾ HD ഫോർമാറ്റിൽ തന്നെ ഞാൻ കൊടുത്തേക്കുന്നത്. ഫ്രെയിം പെർ സെക്കൻഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊടുക്കാം. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇതാ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ക്വാളിറ്റി കൊടുത്തേക്ക്. ഇപ്പോൾ ഹൈ ക്വാളിറ്റി, അതിൻ്റെ താഴോട്ടുള്ള മീഡിയം ക്വാളിറ്റി, ലോ ക്വാളിറ്റി, ലീസ്റ്റ് ക്വാളിറ്റി, അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇങ്ങനെ കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫയലിൻ്റെ സൈസുകളും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി ഇട്ട് നമുക്ക് ചെയ്യാം. ഈ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നത് കേട്ടോ. അത് റെസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം 80 kbps എന്നാണ് കിടക്കുന്നത്. ആ 80 kbps കുറയ്ക്കും തോറും നമ്മുടെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സൈസും കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ എന്താ പറയുന്നത്, ഡീഫാൾട്ട് ആണല്ലോ, അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഡിറ്റ് റെൻഡർ കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ വരും ജോബ് 1. അവിടെ റെൻഡർ ആൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെൻഡർ ആവുന്നത് കാണാൻ പറ്റും. 70%, 92% റെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ആ റെൻഡർ ഔട്ട് നമുക്ക് ജസ്റ്റ് കാണാം. മിനിമൈസ് ചെയ്തിട്ട് എവിടെയാണോ അത് റെൻഡറിങ്ങിന് കൊടുത്തേക്കുന്ന ഫോൾഡർ എവിടെയാണോ അവിടെ നമുക്ക് പോയിട്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കമൻറ്റിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.